എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഏപ്രിൽ 5-ാം തീയതി ഈസ്റ്റർ ദിനമാണ്. പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമുക്കൊക്കെ എന്തൊക്കെ വിഷയങ്ങളുണ്ടെങ്കിലും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ആ പ്രശ്നത്തിൽ നിന്നൊക്കെ നമുക്കൊരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാകും എന്നതിൻ്റെ ഒരു സന്ദേശമാണ് ഈ ഈസ്റ്റർ ദിനം നമുക്ക് നൽകുന്നത്. അപ്പം നിങ്ങൾക്കൊക്കെ തന്നെ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നങ്ങളൊക്കെ മാറാനുള്ള സമയമായിട്ടുണ്ട്. ആ സമയത്തിലേക്ക് നമ്മൾ എത്തുകയാണ് എന്നൊക്കെ ഈ ദിനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ വണ്ടിപ്പെരിയാറിൻ്റെ വിവിധ പ്രദേശത്ത് ഉള്ള ദേവാലയങ്ങളിൽ ഈസ്റ്റർ ദിന സന്ദേശം നൽകിക്കൊണ്ട് പ്രതീകാത്മകമായി തന്നെ ഉയർത്തെഴുന്നേൽപ്പ് തിരുനാൾ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. വണ്ടിപ്പെരിയാർ അസംഷൻ ദേവാലയത്തിൽ നടന്ന ആഘോഷവേളയിലേക്ക് ഒന്ന് പോയി വരാം. തെരഞ്ഞെടുപ്പിന്റെ ചൈതന്യം അങ്ങേ സഭയിൽ ഉദ്ദീപിപ്പിക്കണമേ. അങ്ങനെ ശരീരവും മനസ്സും നവീകരിക്കപ്പെട്ട് അവികലമായ ശുശ്രൂഷ അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുമാറാകട്ടെ. അങ്ങനെ ശരീരവും മനസ്സും നവീകരിക്കപ്പെട്ട് അവികലമായ ശുശ്രൂഷ അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായി അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥികൾ രാവിലെ തന്നെ പോസ്റ്ററുകളൊക്കെ തന്നെ ഇറക്കിയിട്ടുണ്ട്. ഈസ്റ്റർ ആശംസകൾ അറിയിച്ചുകൊണ്ട് പോസ്റ്ററുകൾ കോൺഗ്രസിൻ്റെയും അതോടൊപ്പം തന്നെ നമ്മുടെ LDFിൻ്റെയും BJPയുടെയും സ്ഥാനാർത്ഥികളൊക്കെ തന്നെ പോസ്റ്റർ ഇറക്കി അവർ ഫേസ്ബുക്കിലൂടെയും അതോടൊപ്പം തന്നെ വിവിധ മാധ്യമങ്ങളിലൂടെയും അവർ ഇപ്പം ആശംസകൾ അറിയിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. നമുക്ക് ഏതാണ്ട് ഇനി കറക്റ്റ് 4 ദിവസം കഴിഞ്ഞാൽ കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ്. 2 ദിവസം കൂടി കഴിഞ്ഞാൽ പരസ്യ പ്രചരണം അവസാനിക്കും. കലാശക്കൊട്ടിലേക്ക് പോകും ചൊവ്വാഴ്ച വൈകിട്ട്. അപ്പം എന്തായാലും ഇത്തവണത്തെ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വളരെ വളരെ പ്രാധാന്യം നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. കാരണം കേരളത്തിൻ്റെ അവസ്ഥ മാറുമോ, കേരളം ഭരണമാറ്റം ഉണ്ടാകുമോ, ഭരണവിരുദ്ധ വികാരം ഉണ്ടോ എന്നുള്ളതൊക്കെ ഒരു ചർച്ച ചെയ്യേണ്ട ഒരു തെരഞ്ഞെടുപ്പാണ്. ഇതാണ് നിയോജക മണ്ഡലത്തെ സംബന്ധിച്ച് നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 4 ടേമുകളായിട്ട് ഇവിടെ LDFിൻ്റെ ഭരണമാണ് നിലനിൽക്കുന്നത്. 3 തവണ PS ബിജിമോളും ഒപ്പം നമ്മുടെ അന്തരിച്ച വാടൂർ സോമൻ MLAയുമായിരുന്നു LDFിൻ്റെ MLAമാരായി ഇവിടെ വന്നിരുന്നത്. എന്നാൽ അതിനിപ്പോഴും മാറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്നുള്ളൊരു ചർച്ചകളാണ് നിലവിൽ അതിവിപുലമായ രീതിയിൽ തന്നെ നമുക്ക് പിരിമടി നിയോജക മണ്ഡലത്തിൽ ആകെ പോകുന്നത്. ഒന്ന് കണക്കുകൾ പറയുന്നത് നമ്മുടെ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ UDFിന് മേൽക്കൈ ഉണ്ടായിരുന്ന ഒരു തെരഞ്ഞെടുപ്പ് തന്നെയായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പ്. ഇത് പറയാൻ കാരണം ഒരു സെമി ഫൈനൽ എന്ന് നമ്മൾ LDF തന്നെ പറഞ്ഞിരുന്നു. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പ് നമ്മുടെ നിയമസഭയിലേക്കുള്ളൊരു സെമി ഫൈനൽ എന്ന് തന്നെ പറഞ്ഞിരുന്നു. അപ്പം ആ സെമി ഫൈനലിൽ തൽക്കാലം ഇപ്പോൾ വിജയിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ആ വിജയ കൂടി പാർച്ചിരിക്കുന്നത് UDF ആണ്. അത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ സകല സർവേ ഫലങ്ങളിലും വന്നിരിക്കുന്നത്. പക്ഷേ ഇതേ സംഭവം തന്നെ ഒരു സർവേ വരുന്നു കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ മണിയാശാൻ്റെ മണ്ഡലത്തിൽ ഉടുമ്പൻചോലയിൽ EM ജയിക്കും എന്നുള്ള ഒരു സർവേ ഫലമാണ് ആദ്യം എത്തിയത്. പക്ഷേ ഏതാണ്ട് 30,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് മണിയാശാൻ അവിടെ ജയിച്ചത്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു മാറ്റം ഉണ്ടാകുമോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അട്ടിമറി ഇവിടെ നടക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. വരും ദിവസങ്ങൾ അതൊക്കെ തന്നെ നമുക്ക് അറിയാൻ കഴിയും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ LDFിൻ്റെയോ UDFിൻ്റെയോ അല്ലെങ്കിൽ BJPയുടെ ഒരു കുത്തക മണ്ഡലമൊന്നുമല്ല പിരിമടി നിയോജക മണ്ഡലം. ആ സമയത്തിനനുസരിച്ച് ആരോടൊപ്പമാണ് നിൽക്കേണ്ടത് എന്ന് തോട്ടം തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള കാർഷിക മേഖലയിൽ ഉൾപ്പെടെയുള്ള ആളുകൾ ചിന്തിക്കുകയും അതിനനുസരിച്ച് നിൽക്കുകയും ചെയ്യും. അതാണ് ശരിക്കും നമ്മുടെ പിരിമടി നിയോജക മണ്ഡലത്തിൻ്റെ പൊതു ചിത്രം. ഇത്തവണ ആരോടൊപ്പമാണ് നിയോജക മണ്ഡലം ഉള്ളത് എന്നൊക്കെ നമുക്ക് അറിയാനുള്ള സമയം കൂടി ആയിട്ടുണ്ട്. എന്തായാലും അതിന് നമുക്ക് കാത്തിരിക്കാം. അതോടൊപ്പം തന്നെ ഇന്ന് ഒരുപാട് വാർത്തകളുള്ള ഒരു ദിവസം കൂടിയാണ്. ഇന്ന് കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ ഇന്ന് നമ്മുടെ ഏലപ്പാറയിൽ വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ നമുക്ക് BJPയുടെ പരിപാടിയുണ്ട്. LDFിൻ്റെ ഫീൽഡ് തരത്തിലുള്ള പരിപാടികൾ, അതായത് നേരിട്ട് തോട്ടം തൊഴിലാളികളെ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്ന പരിപാടിയൊക്കെ തന്നെ ഉണ്ട്. വലിയൊരു വാർത്താ ദിവസം കൂടിയാണ്. ഈ അവധിയൊക്കെ ആയതുകൊണ്ട് തന്നെ കുട്ടികൾ ഒക്കെ തന്നെ വീട്ടിൽ കാണും. അതോടൊപ്പം തന്നെ നമ്മുടെ വിവിധ സ്ഥലങ്ങളിൽ ടൂർ പോകേണ്ട സാഹചര്യം ഉണ്ടാകും. അപ്പോൾ അവരെയൊക്കെ നമുക്ക്
സൂക്ഷിക്കേണ്ടതുണ്ട്. കാരണം പല വാർത്തകളാണ് രാവിലെ തന്നെ വരുന്നത്. മുങ്ങി മരണം ഉൾപ്പെടെ വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചു, അല്ലെങ്കിൽ കുട്ടികൾ വെള്ളത്തിലിറങ്ങി കാണാനില്ല എന്നൊക്കെ പറഞ്ഞുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. അപ്പം അതോടൊക്കെ തന്നെ നമുക്ക് വളരെയധികം ശ്രദ്ധിക്കണം എന്നുകൂടി ഈ അവസരത്തിൽ പറയുകയാണ്. 9-ാം തീയതി നമ്മുടെ തെരഞ്ഞെടുപ്പാണെങ്കിൽ അതിനുശേഷം നമ്മൾ വീണ്ടും ഒരു ഉത്സവത്തിലേക്ക് പോകുന്നുണ്ട്. വിഷുവാണ്. അത് ഒരു വർഷത്തെ ഫലം നൽകുന്ന വിഷുവും കൂടി നമുക്ക് വരാൻ ആഘോഷ ദിവസങ്ങൾ തന്നെയാണ് ഏപ്രിൽ മെയ് മാസങ്ങളിൽ. അതുകൂടാതെ നമ്മുടെ അമ്പല ഉത്സവങ്ങളൊക്കെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. തോട്ടം മേഖലയിലുള്ള പ്രമുഖ അമ്പലങ്ങളിലൊക്കെ തന്നെ ഉത്സവങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇതോടൊപ്പം തന്നെ വിവിധ ക്ഷേത്രങ്ങളിൽ നടന്നു വരികയാണ്. ആ ആഘോഷവേളയിലേക്കും കൂടെ നമ്മൾ പോകേണ്ടതുണ്ട്. എന്തായാലും ഈ ഒരു ദിവസത്തിൽ ഈസ്റ്ററിൻ്റെ എല്ലാവിധ സന്ദേശവും നൽകിക്കൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും ആശംസകൾ നേരുകയാണ്.